ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയായിരുന്നു, റകഅത്താനി ബിസിവാക്കി അഫ്ളൽ മിൻ സബഈന റകഅത്തൻ ബിലാ സിവാക്കിൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ വിസ്വാക്ക് ചെയ്തിട്ട് 2 റകഅത്ത് നിസ്കരിച്ചാൽ അവൻക്ക് 70 റകഅത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ളുഹാ നിസ്കരിക്കുമ്പോൾ വിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചാൽ 70 നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. മാക്സിമം നല്ലൊരു അറിവ് കിട്ടിയത് കൊണ്ട് ഇനി നിസ്കരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയായിരുന്നു, ഞാൻ എല്ലാ വുളൂഹിന് ശേഷം എന്റെ ഉമ്മത്തീങ്ങൾക്ക് വിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാക്കുമായിരുന്നു. പക്ഷേ എന്റെ ഉമ്മത്തീങ്ങൾക്ക് കഷ്ടമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുന്നത്താക്കിയത്. അപ്പൊ വുളൂഹിന് ശേഷം വിസ്വാക്ക് ചെയ്യല് മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പൊ വുളൂഹിന് ശേഷം മാക്സിമം നിങ്ങൾ വിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും നല്ല സുന്നത്താണ്. ഇനിയിപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഇനിയിപ്പോ കൈ കൊണ്ട് വിസ്വാക്ക് ചെയ്താൽ ശരിയാകുമോ? ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ശരിയാവുന്നുണ്ട്, പറയുന്നുണ്ട് ശരിയാവൂല പറയുന്നുണ്ട്. ഏറ്റവും നല്ലത് കൈ കൊണ്ട് വിസ്വാക്ക് ചെയ്യാതിരിക്കലാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്, ഇനിയിപ്പോ നിസ്കരിക്കുന്ന മുമ്പ് വിസ്വാക്ക് ചെയ്താൽ 70 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ഉണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ നിസ്കാരത്തിന്റെ ഇടയിൽ ഓർമ്മ വന്നു, അപ്പൊ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 3 അനക്കം തുടർച്ചയായി ഇല്ലാത്ത വിസ്വാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. 3 അനക്കം വന്നാൽ നിസ്കാരം ബാത്തിലാകും. ഇൻഷാ അല്ലാഹ് ഇത്രയും നല്ലൊരു അറിവ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ചെയ്താൽ അതിന്റെ പ്രതിഫലം നിനക്കും കിട്ടും. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയറും ചെയ്യുക. നമ്മളിതൊക്കെ ഈ സുന്നത്ത് പതിവാക്കാനുള്ള എടുക്കാൻ നോക്കുക. അള്ളാഹു സുന്നത്ത് ഒരുപാട് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.